അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ പഠിക്കാൻ പോകുന്ന ആയത്ത് സഅല സായിലും ബിഅദാബിൻ വാഖിഅ. അവിടെ ഒന്നാമത്തെ അക്ഷരം സ, ചുവപ്പ് നിറത്തിൽ അ, നീല നിറത്തിൽ ല. സഅല. മഞ്ഞ നിറത്തിൽ സ, പച്ച നിറത്തിൽ അലിഫ്, അതിന് മുകളിൽ മദ്ദിൻ്റെ അടയാളം, അതിന് കൂടുതൽ നീട്ടണമെന്ന് അറിയിക്കുന്ന മദ്ദിൻ്റെ അടയാളം. ചുവപ്പ് നിറത്തിൽ ഇ, നീല നിറത്തിൽ ലുൻ. സായിലുൻ. പച്ച നിറത്തിൽ ബി, ചുവപ്പ് നിറത്തിൽ ആ, നീല നിറത്തിൽ ദ, മഞ്ഞ നിറത്തിൽ അലിഫ്, പച്ച നിറത്തിൽ ബിൻ. ബിഅദാബിൻ. ബിഅദാബിൻ. ചുവപ്പ് നിറത്തിൽ വ, നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ ഖി, പച്ച നിറത്തിൽ ഇൻ. വാഖിഇൻ. ഇനി അതിന് താഴെ വരിയിലേക്ക് നോക്കൂ. സഅല. അവിടെ സീനിനെ അതിനുശേഷമുള്ള ഹംസയിലേക്ക് ചേർത്ത് എഴുതി. കൂട്ടി എഴുതുമ്പോൾ സഅല. സായിലുൻ. അവിടെ സീനിനെ അതിനുശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. ചുവപ്പ് നിറത്തിലുള്ള ഹംസയെ അതിനുശേഷമുള്ള ലാമിലേക്ക് ചേർത്ത് എഴുതി. കുട്ടി വായിക്കേണ്ടത് സായിലുൻ ബിഅദാബിൻ. അവിടെ ബായിനെ ഐനിലേക്ക് ചേർത്ത് എഴുതി, ഐനിനെ ദാലിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് ബിഅദാബിൻ വാഖിഇൻ. അവിടെ ഖാഫിനെ ഐനിലേക്ക് ചേർത്ത് എഴുതി. കുട്ടി വായിക്കേണ്ടത് വാഖിഇൻ. ഇനി ഇതിനെങ്ങനെയാണ് കൂട്ടി ഓതേണ്ടത് ശ്രദ്ധിച്ചോളൂ. സഅല സായിലും ബിഅദാബിൻ വാഖിഅ. ഇനി മുസ്അഫുള്ളതുപോലെ നോക്കി ഓതിക്കോളൂ. സഅല സായിലും ബിഅദാബിൻ വാഖിഅ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.